ദ ഒഡീസി, ഗ്രീക്ക് കവി ഹോമർ രചിച്ച ഒരു മഹാകാവ്യം. ലിറ്ററേച്ചർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഹോമർ എന്ന കവിയെ ഒരാളായും ഒരു ഗ്രൂപ്പ് ആളുകളായും സങ്കല്പങ്ങളുണ്ട്. ഇലിയഡ്, ഒഡീസി എന്നീ രണ്ട് കൃതികളും ഗ്രീക്ക് ഇതിഹാസങ്ങളായാണ് നമുക്ക് സാഹിത്യ ലോകത്ത് കാണാൻ. ലിറ്ററേച്ചറിൽ ഒരു ഡ്രാമാറ്റിക് ഐറണിയായി കാണുന്ന ഒരു കാവ്യം കൂടിയാണ്. കടലിൻ്റെ അഗാധത്തിലൂടെ കപ്പൽ നീങ്ങുമ്പോൾ മറവിൽ കാത്തിരുന്നു പോയി ഭീകരതയായിരുന്നു. 6 തലകളും തീരാത്ത വിശപ്പുമുള്ള വായകളും കൊണ്ട് അവൾ പാറയുടെ മുകളിൽ നിന്ന് പതിയെ ഉയർന്നു വരും. സെർസിയുടെ വീട്ടിലേക്ക് ആദ്യം പോകുന്ന ഒഡീസസിൻ്റെ അനുയായികളെ അവൾ പന്നികളാക്കി മാറ്റുന്നുണ്ട്. അവരെ അന്വേഷിച്ച് കാട്ടുപാതയിലൂടെ ഒഡീസി സെർസിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ യുവാവിൻ്റെ രൂപത്തിൽ ഹെർമസ് ദേവൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇലിയഡ് പറയുന്നത് ട്രോജൻ യുദ്ധമാണെങ്കിൽ ഒഡീസി പറയുന്നത് അതിനുശേഷം തൻ്റെ വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്ന ഒഡീസിസിൻ്റെ യാത്രയാണ്. ട്രോയിൽ നിന്നുള്ള പുറപ്പെടൽ, വിഭിന്ന ദ്വീപുകളിലേക്കുള്ള യാത്ര, സൈക്ലോപ്സ് എന്ന ഭീമനെ നേരിടുന്നത്, സിർസി എന്ന മോഹിനിയായ ജ്ഞാനിയെ കാണുന്നത്, സിർസിൻസ് എന്ന ഗായകരുടെ മായിക ശബ്ദം കടന്നു പോകുന്നത്. ആകെ മൊത്തത്തിൽ ക്രിസ്റ്റഫർ നോളൻ ഇപ്പോൾ ഈ ദ ഒഡീസിയെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് വിഷ്വൽസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു നല്ല ഐമാക്സ് എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങേയറ്റമുള്ള കടലുകൾ കടന്ന് ദൈവങ്ങളുടെ കഠിന പരീക്ഷണങ്ങൾ തരണം ചെയ്ത് ഭീകരന്മാരെയും ഭീകരതയും ചെറുത്ത് ഇഥാക്കയുടെ പുഞ്ചിരിയിലേക്ക്. പെനിലോപ്പയുടെ ആകാംക്ഷയും ടെലെമക്കസിൻ്റെ ആത്മവിശ്വാസവും ഒഡീസസിൻ്റെ വീരത്വവും പറയുന്ന ഒരു ഫാൻറ്റസി.